നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു രാത്രിയിൽ പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്കിടയിലേക്ക് സാന്ത്വനത്തിന്റെ തണുപ്പുമായി കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എത്തിച്ചേർന്നു. മണ്ണൊലിപ്പിന്റെ തീരാദുഃഖം പേറുന്ന മണ്ണിൽ നെഞ്ചോട് ചേർത്തു പിടിച്ചു തളരാതെ കണ്ണീർ നനമുള്ളൊരു സങ്കട വീട്ടിൽ കരുതലുമായി അണഞ്ഞു നേതൃത്വത്തിന്റെ കൈകൾ. വാക്കുകൾ മൗനമായി മാറിയൊരിടത്ത് ഒരു സ്പർശം മതിയായിരുന്നു. നഷ്ടപ്പെട്ടവർക്കുള്ള പ്രാർത്ഥനയായി, ബാക്കിയവർക്കുള്ള ഉറപ്പായി ആ സാന്നിധ്യം അവിടെ നിന്നു. തളരരുത് സൈന, തളരരുത് അനീഷ്, കേരളം ഒപ്പമുണ്ട്, കൂടെയുണ്ട്. ചില തണലുകൾ അങ്ങനെയാണ്, വാക്കുകൾക്കപ്പുറം ആശ്വാസത്തിന്റെ കുളിർമയായി മാറും. ഉറ്റയവരെയും ഉടയവരെയും മണ്ണടിഞ്ഞ മണ്ണിൽ നിന്ന് നഷ്ടങ്ങളുടെ കൈപ്പിനീർ കുടിച്ചിറക്കിയ സൈനയുടെയും അനീഷിന്റെയും വീടിന്റെ ഉമ്മറത്തേക്ക് കേരളത്തിന്റെ കരുതലുമായി സഖാവ് പിണറായി വിജയൻ എത്തിച്ചേർന്നു. ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിൽ ഒന്ന് ചേർത്തു പിടിച്ച ആ കൈകൾക്ക് 1000 വാക്കുകളേക്കാൾ അർത്ഥമുണ്ടായിരുന്നു. കണ്ണീരിന് മുകളിൽ പ്രതീക്ഷയുടെ ഒരു കൈത്തിരി വെളിച്ചം കൊളുത്താൻ കൂടെയുണ്ടെന്ന ഉറച്ച ശബ്ദമായി ആ സാന്നിധ്യം മാറി. നഷ്ടപ്പെട്ടതൊന്നും തിരികെ വരില്ലെന്നറിയാം, എങ്കിലും തകർന്നുപോയ ഒരു കുടുംബത്തിന് തളരാതെ മുന്നോട്ട് നടക്കാൻ ഒരു പിടിവള്ളിയാകുന്നു ഈ സ്നേഹ സാന്ത്വനം. ഒന്നും പറയാനില്ലാത്ത വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്ന നിമിഷം. സൈനയെയും അനീഷിനെയും ചേർത്തു പിടിച്ച ആ കരുതൽ നൽകിയ ഉറപ്പുണ്ട്, തകർന്നുപോയ ഈ ജീവിതങ്ങൾക്കൊപ്പം കേരളം മുഴുവൻ കൂടെയുണ്ടെന്ന്. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വത്തിന്റെ മാത്രം ഭാഷ സംസാരിച്ച ആ കൂടിക്കാഴ്ച വേദനിക്കുന്ന മനസ്സുകൾക്ക് അതൊരു വലിയ ധൈര്യമാണ്. തളരരുത്, നമുക്ക് ഒരുമിച്ച് അതിജീവിക്കണം. ദുരന്തം കവർന്നെടുത്തത് വീടുകൾ മാത്രമല്ല, ഒരു ജീവിതം തന്നെയായിരുന്നു. സൈനയുടെയും അനീഷിന്റെയും കണ്ണീരിൽ തോരാത്ത വീടിന്റെ ഉമ്മറത്തേക്ക് അന്ന് ആശ്വാസത്തിന്റെ കരം പിടിച്ച സഖാവ് പിണറായി വിജയൻ നടന്നുകയറി. നഷ്ടപ്പെട്ടതൊന്നും തിരികെ വരില്ലെന്നറിയാം, എങ്കിലും ആ വലിയ സങ്കടങ്ങൾക്കിടയിൽ ചേർത്തു പിടിച്ച ആ കൈകൾക്ക് ഒരു വലിയ അർത്ഥമുണ്ടായിരുന്നു. ഞങ്ങളുണ്ട് കൂടെ എന്ന ഒറ്റ വാക്ക്, അത് ഏതൊരു ദുരന്തത്തെയും അതിജീവിക്കാനുള്ള വലിയൊരു കരുത്തായി അവർക്ക് മാറി. രാഷ്ട്രീയത്തിനും അപ്പുറം മനുഷ്യത്വത്തിന്റെ കരുതലുമായി സഖാവ് ആ കുടുംബത്തിന് നൽകിയ ധൈര്യം, അതാണ് കേരളത്തിന്റെ യഥാർത്ഥ കരുത്ത്. ചില ദുരന്തങ്ങൾ അങ്ങനെയാണ്, അത് വെറും മണ്ണു മാത്രമല്ല കൊണ്ടുപോകുന്നത്, ഒരു കൂട്ടം സ്വപ്നങ്ങൾ കൂടിയാണ്. മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും മണ്ണിൽ ആ അർദ്ധരാത്രി പെയ്തിറങ്ങിയത് മരണത്തിന്റെ കാറ്റായിരുന്നു. സൈനയുടെയും അനീഷിന്റെയും ജീവിതം പാതി വഴിയിൽ തകർത്തു കളഞ്ഞ ആ പേമാരിയിൽ അവർക്ക് നഷ്ടമായത് അവർ ഏറ്റവും സ്നേഹിച്ചവരെയായിരുന്നു. ആ വീട് ഇപ്പോൾ വെറും ഓർമ്മകളുടെ ചില്ലുകൂടാണ്. സ്നേഹിച്ചവരുടെയും ചിരിച്ചവരുടെയും വിയോഗം ഏൽപ്പിച്ച മുറിവുകൾ കാലം മാറ്റാത്തത്ര ആഴമുള്ളതാണ്. ദുഃഖത്തിന്റെ ഈ തീരത്തേക്ക് പ്രത്യാശയുടെ ഒരു ചെറിയ വെളിച്ചം പോലെ സഖാവ് പിണറായി വിജയൻ നടന്നു വന്നു. വിയോഗത്തിന്റെ നീറ്റലിൽ ഇരിക്കുന്ന സൈനയുടെയും അനീഷിന്റെയും ഉമ്മറത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ അവിടെ രാഷ്ട്രീയത്തിന്റെ ബഹളങ്ങളില്ലായിരുന്നു, മറിച്ച് ഒരു വലിയ കുടുംബനാഥന്റെ കരുതലായിരുന്നു. തകർന്നുപോയ ഒരു മനസ്സിലേക്ക് തളരാതെ നിവർന്നു നിൽക്കാൻ പാകത്തിലുള്ള ഒരു സാന്ത്വന സ്പർശമായി ആ സന്ദർശനം മാറി. അവർക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു, കേൾക്കാൻ അദ്ദേഹത്തിന് മറുപടികളും ഉണ്ടായിരുന്നില്ല. പകരം ആ കണ്ണുകളിൽ കണ്ടത് ഒരൊറ്റ തിരിച്ചറിവാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, കേരളം മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ആശ്വാസം നമ്മുടെ വേദനകൾ മറ്റൊരാൾ കൂടി പങ്കുവെക്കുമ്പോഴാണ്. സഖാവ് അവരോട് സംസാരിച്ച ഓരോ വാക്കും ആ കുടുംബത്തിന് നൽകിയ ധൈര്യം ചെറുതല്ല. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടില്ലെന്നറിയാം, എങ്കിലും ബാക്കിയായ ഈ ജീവിതത്തിന് ഒരു കൈത്താങ്ങ് നൽകാൻ സർക്കാർ തലത്തിലല്ല, മനുഷ്യത്വത്തിൽ അദ്ദേഹം അവർക്കൊപ്പം നിന്നു. എന്തു വന്നാലും കൂടെയുണ്ടാകും എന്ന ആ ഉറച്ച വാക്ക് സൈനയുടെയും അനീഷിന്റെയും തളർന്ന മനസ്സുകളിൽ അതിജീവനത്തിന്റെ ഒരു ചെറിയ നാളം തെളിയിച്ചിട്ടുണ്ടാകും തീർച്ച. എല്ലാം കഴിഞ്ഞ് ഒടുവിൽ അദ്ദേഹം മടങ്ങുമ്പോൾ ആ വീട് പഴയതുപോലെ സന്തോഷമുള്ളതായി മാറിയിരുന്നില്ല, എന്നാൽ അവിടെ ഒരു ഭാരവും കുറഞ്ഞിരുന്നു. വേദനകൾ ഇനിയും ബാക്കിയാണ്, പക്ഷെ ആ വേദനകളെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് അവർക്കിപ്പോൾ സ്വന്തമാണ്. ഒരു കാലത്ത് സ്വപ്നങ്ങൾ നെയ്ത ആ മണ്ണിൽ വീണ്ടും പച്ചപ്പുകൾ തളിർക്കും. വേദനകൾ കാലത്തിന്റെ മരുപ്പച്ചയിൽ അലിഞ്ഞു പോകും. സഖാവ് പിണറായി വിജയന്റെ ഈ സന്ദർശനം വെറുമൊരു ഔദ്യോഗിക കർമ്മമായിരുന്നില്ല, അതൊരു ജനതയുടെ ഒന്നിച്ചുള്ള കരുതലിന്റെ നേർസാക്ഷ്യമാണ്. ആ കരുതൽ മാത്രം മതി ഈ കുടുംബത്തിനും മറ്റു കുടുംബങ്ങൾക്കും ഇനിയും ഉയർത്തെഴുന്നേൽക്കാൻ. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വവും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തായി, കേരളത്തിന്റെ ഒരു കൂടിക്കാഴ്ചയായി സഖാവ് പിണറായി വിജയൻ ആ വീട് സന്ദർശിച്ച മാത്രവേളയിൽ ഓരോ മനസ്സിലും തോന്നിയിട്ടുണ്ടാകും. എല്ലാവർക്കും നന്മകൾ നേരുന്നു.